വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ്, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് കാർഷിക ദിനാഘോഷം പ്രാതിനിധ്യം ലഭിച്ചില്ലെന്ന് ആരോപിച്ച് ADC അംഗങ്ങൾ ബഹിഷ്കരിച്ചു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം മതിയായ പ്രാധാന്യം ലഭിച്ചില്ലെന്ന് ആരോപിച്ച് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ ബഹിഷ്കരിച്ചു. കർഷക ദിനാഘോഷ പൊതുയോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയ ADC അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഏകപക്ഷീയമായാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് ആരോപിച്ചു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തും സംസ്ഥാന സർക്കാരും കൂടെ സംയുക്തമായിട്ടാണ് ഇന്നത്തെ ചിങ്ങം 1 പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നടത്തിപ്പുമായി ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുൾപ്പെടെ ADC കമ്മിറ്റി, കൃഷിഭവൻ്റെ ADC കമ്മിറ്റിയും പാടശേഖരങ്ങൾ ഉൾപ്പെടെയുള്ള കമ്മിറ്റികളുടെയും സംയുക്തമായി യോഗം ചേരുകയും ഇന്ന് ചിങ്ങം 1 പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഈ ചിങ്ങം 1 പരിപാടി ഗംഭീരമായി നടത്തുവാൻ തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ ഹാളിൽ വെച്ച് നടന്ന ഈ ചിങ്ങം 1 കർഷക ദിനം പരിപാടി കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടിയായിട്ടാണ് അത് മാറ്റം ഉണ്ടായത്. അജണ്ടകൾ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുകയും കോൺഗ്രസ് പാർട്ടിയുടെ ഭരണസമിതി അജണ്ടകൾ നിശ്ചയിക്കുകയും ചെയ്യുന്ന നിലവാരമാണ് നിങ്ങളെ കാണാൻ കഴിഞ്ഞത്. അത്തരമൊരു പരിപാടിയിൽ ചിങ്ങം 1 കർഷക ദിന പരിപാടിയിൽ നിന്നും ADC അംഗങ്ങളായ ജെയ്സൺ മത്തായി, R ശരത്ചന്ദ്ര കർത്ത ADC അംഗങ്ങൾ ഇന്ന് ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിൽ ബഹിഷ്കരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇത്തരം അജണ്ട നിശ്ചയിച്ചുകൊണ്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന അജണ്ട നിശ്ചയിച്ചു നടക്കുന്ന പരിപാടിയിൽ നിന്ന് ബഹിഷ്കരിച്ച് ADC അംഗങ്ങൾ ഇറങ്ങിപ്പോരാണ്ടായ സാഹചര്യം. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ ഉൾപ്പെട്ട കമ്മിറ്റിയാണ് കർഷക ദിനാഘോഷം ആസൂത്രണം ചെയ്തതെന്നും എന്നാൽ ഭരണസമിതിയിലെ അംഗങ്ങൾക്ക് മാത്രമാണ് പരിപാടിയിൽ സംസാരിക്കാൻ അവസരം നൽകിയതെന്നും ADC അംഗം R ശരത് ചന്ദ്രകർത്ത പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത കർഷക ദിനാഘോഷം വെറും പ്രഹസനമാക്കി മാറ്റിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് അജണ്ട വെച്ച് കോൺഗ്രസ് നടപ്പാക്കിയ പരിപാടിയാണ് കർഷക ദിനാഘോഷമെന്ന് മറ്റൊരു ADS അംഗമായ ജെയ്സൺ മത്തായി ആരോപിച്ചു. ഈ വിഷയത്തിൽ പ്രതിഷേധിച്ച് പരിപാടി ബഹിഷ്കരിക്കേണ്ടി വന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തവണത്തെ ചിങ്ങം 1 പരിപാടി നടത്തിയത് പരിപാടികളുടെ സംയുക്തമായിട്ട് നടക്കുന്ന കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും കൂടിയാണ്. ആ കൃഷിഭവനും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തും കൂടി നടത്തിയ സംയുക്ത പരിപാടിയിൽ മതിയായ പ്രാതിനിധ്യം ADC അംഗങ്ങൾക്ക് നൽകിയിട്ടില്ല. അത് പഞ്ചായത്തിൻ്റെ പരിപാടിയായി ഏകപക്ഷീയമായി നടത്താനുള്ളൊരു ശ്രമം അവിടെ നടത്തി. ADC അംഗങ്ങൾ അതിൽ പ്രതിഷേധിച്ച് ആ യോഗം വിട്ടതാണ് ചെയ്തത്. ഒരു മതിയായ പ്രാതിനിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADC അംഗങ്ങൾ ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് ഈ ചിങ്ങം 1 ഓണാഘോഷ പരിപാടി നടത്തുന്നതിന്. അത് ഗ്രാമപഞ്ചായത്തിൻ്റെ സപ്പോർട്ടോടുകൂടി ഇപ്പോൾ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും കൂടെ സംയുക്തമായിട്ട് നടത്തുന്ന പരിപാടിയിൽ എന്തുകൊണ്ട് ADC അംഗങ്ങളെ ഒഴിവാക്കുന്നു? ഇതാണ് ഇവിടുത്തെ വിഷയം. അതിലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മാത്രം ആ ചർച്ചയിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ അതിന് ആശംസ നേർന്ന് സംസാരിക്കുകയും മറ്റുള്ളവർ വെറുതെ ഇരിക്കുക നോക്കൂത്തിയായിട്ട്. അപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ പ്രസ്ഥാനങ്ങളിലെ പ്രതിനിധികളാണ് ADCയിലുള്ളത്. അപ്പോൾ അതിനകത്ത് ADC അംഗങ്ങളുടെ പ്രതിഷേധം അവിടെ അറിയിച്ച് അവിടെ നിന്ന് അത് ചർച്ച ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ വസ്തുത. അതായത് ചിങ്ങം 1 എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. ചിങ്ങം 1 കാർഷിക ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഈ സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ പരിപാടിയാണ്. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിൻ്റെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും അനുസൂചികൾ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തതാണ്. പഞ്ചായത്തും കൃഷിഭവനും കൂടെ നടത്തുന്ന പരിപാടിയാണ്. ആ കൃഷിഭവൻ നടത്തുന്നതിൽ കൃഷിഭവൻ്റെ കമ്മിറ്റി അംഗങ്ങളായ ADC അംഗങ്ങളെ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും അത് ശരിയായ നടപടിയല്ല. അതിൻ്റെ പ്രതിഷേധമാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. CCV ന്യൂസ്, കൊണ്ടാഴി.